എല്ലാവർക്കും സ്വാഗതം. അതോടൊപ്പം എൻ്റെ പുതുവത്സരാശംസകളും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ വീഡിയോയിൽ പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ അക്ബർ കക്കട്ടലിൻ്റെ ഒരു ചെറുകഥ കേൾക്കാം. കഥ ദാമ്പത്യം. നമുക്ക് കഥയിലേക്ക് കടക്കാം. ഉണർന്നെണീറ്റ ഉടനെ ഒരു കാപ്പി കിട്ടിയില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. പക്ഷേ ഇന്നും കാപ്പി കിട്ടുന്ന ലക്ഷണമില്ലല്ലോ. മകൾ മുകളിലത്തെ നിലയിലിരുന്ന് പഠിക്കുന്നുണ്ട്. പഠിക്കാൻ വളരെ മിടുക്കിയാണ്. ഇരുന്ന് കിട്ടാനാണ് പാട്. ഇപ്പോൾ താഴേക്ക് വിളിച്ചാൽ വന്ന് കാപ്പി ഇട്ട് തരും. പഠിക്കുന്നതിനിടയിൽ വിളിച്ച് എന്ത് പണി ഏൽപ്പിച്ചാലും ബഹുസന്തോഷമാണ്. അല്ലാത്തപ്പോൾ മുങ്ങും. ഏതായാലും മോളെ വിളിക്കുക തന്നെ, അല്ലെങ്കിൽ കാപ്പിക്കാര്യം കടം. അയാൾ നീട്ടി വിളിച്ചു, മോളെ. എന്താച്ചാ? ആദ്യ വിളിക്ക് തന്നെ അവൾ വിളി കേട്ടു. ആരെങ്കിലും വിളിക്കാൻ കാത്തിരുന്ന പോലെ. അയാൾക്ക് ചിരിയും വന്നു. മോള്, അച്ഛനൊരു കാപ്പി ഇട്ടതാ. രമ്യ താഴേക്ക് വരുന്ന ശബ്ദം ഇപ്പോൾ കേൾക്കാം. ചുണ്ടിൽ പുതിയ ഏതോ സിനിമാ പാട്ടുമുണ്ട്. സുശീല ഇപ്പോൾ പയ്യാലയിലായിരിക്കുമെന്ന് അയാൾക്ക് തീർച്ചയാണ്. രണ്ട് തുടകൾക്കിടയിലും മുരട വെച്ച് പയ്യൻ്റെ കോണോട് കോണുള്ള മുലക്കണ്ണ് രണ്ട് കൈകൊണ്ടും അവൾ ഒന്നിടവിട്ട് വലിക്കുകയാവും. തുടക്കത്തിൽ ലീ ശബ്ദത്തിൽ ഉരുടയിലേക്ക് ചരിഞ്ഞു വീണ പാല് ശ്രുതിയിലേക്ക് മാറിയിട്ടുണ്ടാവും. ഇതിനിടയിൽ നിലത്ത് തൊട്ടു നിൽക്കുന്ന വാൽ കൊണ്ട് പയ്യെ വെഞ്ചാമരം വീശുമ്പോൾ ചാണകവും മൂത്രവും കലർന്ന അടിയിൽ നിന്നൊഴിവാകാൻ അവൾ പരിഭവത്തോടെ തല മാറ്റിപ്പിടിക്കുന്നുണ്ടാകാം. ഇനി സുശീല പാൽ കറക്കുകയല്ലെങ്കിൽ പയ്യൻ്റെ മോന്തയും മൂർധാവും ചൊറിഞ്ഞോ പുറം തടവിക്കൊടുത്തോ ശൃംഗരിച്ചോ ആലയിൽ നിൽപ്പുണ്ടാവും. ഏത് നേരവും പശുവെന്നല്ലാതൊരു ചിന്തയില്ല സുശീലയ്ക്ക്. സുശീലയുടെ മരിച്ചുപോയ അമ്മ വഴിക്ക് കിട്ടിയതാണ് അവൾക്ക് ഈ പശുക്കമ്പമെന്ന് അളിയൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. അതിപ്പോൾ വന്ന് ഒരാദി പോലെയായി. പശുവിൻ്റെ മുന്നിലല്ലെങ്കിൽ പിന്നെ അവൾ ആകെ പ്രസരിപ്പോടെ ഓടിച്ചാടി നടക്കുന്നത് ഒന്ന് രണ്ട് കൂട്ടുകാരികൾ വരുമ്പോഴാണ്. അവർ വന്നാൽ പിന്നെ അവളുടെ പൊടി പോലും കാണാൻ കിട്ടില്ല. അവരുടേതായ ഒരു ലോകം അവർ പെട്ടെന്ന് സൃഷ്ടിക്കും. അതിഥികളുടെ വരവ് വല്ലപ്പോഴുമാണെന്ന് കരുതി സമാധാനിക്കാം. പയ്യൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ഈ പോക്ക് പോയാൽ തൻ്റെ നില എന്താവും? കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലം തികയും മുമ്പ് തുടങ്ങിയിട്ടുണ്ട് ഈ അവസ്ഥ. മിക്കവാറും ദിവസങ്ങളിൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് താൻ പുറത്തായിരിക്കും. വീട്ടിലുണ്ടാകുന്ന സമയം തന്നെ അപൂർവം. ആദ്യമൊക്കെ സുശീല ഇതിൽ പരിഭവിക്കുകയും സങ്കടപ്പെടുകയും ചെയ്തിരുന്നു. പിന്നെ തിരക്കുകൾ മനസ്സിലാക്കിയത് കൊണ്ടാവാം അതുമായി പൊരുത്തപ്പെട്ടു. എന്നാൽ വീട്ടിലുള്ള സമയത്ത് അവൾ തൻ്റെ സാന്നിധ്യം പരിഗണിക്കണ്ടേ? ഇന്നത്തെ കാര്യം തന്നെ എടുക്കാം. രാവിലെ ഒരു കാപ്പിയും പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റും മാത്രമേ തനിക്ക് വേണ്ടി അവൾ ഒരുക്കേണ്ടൂ. വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ രാത്രി വൈകും. സുഹൃത്തിൻ്റെ വീട്ടിലാണ് അത്താഴം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കും രാത്രിയും ഭക്ഷണം വേണ്ട. രാവിലെ ഒരു കാപ്പിയെങ്കിലും ഉണ്ടാക്കി തന്നുകൂടെ അവൾക്ക്? ഈ നേരത്ത് എന്നും അവൾ തൊഴുത്തിലായിരിക്കും. കുളിച്ചൊരുങ്ങി പുറപ്പെടാൻ നോക്കുമ്പോഴും അവൾ ഉണ്ടാകണമെന്നില്ല. പറമ്പിൽ പയ്യനെയും കന്നൂട്ടിയെയും മേയ്ക്കുകയാവും. ഓർമ്മ വച്ച നാൾ മുതൽ ഈ വീട്ടിൽ പയ്യുണ്ട്. ഒന്നിൻ്റെ കറവ വറ്റുമ്പോഴേക്കും മറ്റൊന്നിനെ കൊണ്ടുവന്നിരിക്കും. പാലില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടേയില്ല. തൻ്റെയും അമ്മ തന്നെയാണ് അതിനെ നോക്കിയിരുന്നത്. ഒരിക്കലെങ്കിലും അമ്മ പയ്യൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചതുകൊണ്ട് തങ്ങളിൽ ആരുടെയും ഒരു കാര്യവും മുടക്കുകയോ എന്തിനെങ്കിലും കാലതാമസം വരുത്തുകയോ ചെയ്തിട്ടില്ല. അമ്മ അനിയൻ്റെ കൂടെ താമസമാക്കിയ ശേഷമാണ് സുശീല പയ്യൻ്റെ ചുമതലയേൽക്കുന്നത്. സഹിക്കാവുന്നതിനപ്പുറത്തെത്തിയിരിക്കുന്നു കാര്യങ്ങൾ. പയ്യനെ എന്നും ജീവനായിരുന്നു തനിക്ക്. അതിനെ കണികണ്ടുണരുക എന്നും ഐശ്വര്യമായി കരുതി. സുശീലയുടെ സമീപനം കൊണ്ടുള്ള ദേഷ്യം പയ്യനോട് കൂടിയുള്ളതായി മാറുന്നുണ്ടോ ഈയിടെ? അയാൾക്ക് കുറ്റബോധമുണ്ടായി. അച്ഛാ, കാപ്പി അങ്ങോട്ടെടുക്കണോ? അടുക്കളയിൽ നിന്ന് രമ്യ വിളിച്ചു ചോദിക്കുന്നു. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അയാൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. മോള് കാപ്പി ഒന്നുകൂടി സ്പൂണിട്ടിളക്കി കയ്യിൽ തന്നു. ആലയിൽ പയ്യുമില്ല, കന്നൂട്ടിയുമില്ല. അമ്മയെയും കാണുന്നില്ല. സംഘം എങ്ങോട്ട് പോയി? അയാൾ കാപ്പി സ്വാദോടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രമ്യ ചെറുചിരിയോടെ ചോദിച്ചു. പുല്ലിനുള്ള അലച്ചിലായിരിക്കും, അയാൾ പറഞ്ഞു. മകളുടെ മുഖത്തെ ചിരി മാറിയിട്ടില്ല.
അമ്മയ്ക്കൊപ്പം ഒറ്റയ്ക്കാവുമ്പോൾ അമ്മയുടെ പക്ഷത്ത് നിൽക്കുമെങ്കിലും അമ്മയുടെ അമിത പശുപ്രണയം അവൾക്കും ഹൃദ്യമല്ല. അതുകൊണ്ട് അവൾക്കുമുണ്ട് ബുദ്ധിമുട്ടുകൾ. പരസ്പരം പറഞ്ഞില്ലെങ്കിലും അച്ഛനും മകളും ചിരിയിൽ അത് പങ്കുവയ്ക്കുന്നു. നമ്മൾ ഇനി ആലയിൽ പോയി കിടന്നാലോ? മുമ്പൊരിക്കൽ മകൾ ചോദിച്ചിരുന്നു. ഇനി അങ്ങനെ വേണ്ടി വരുമെന്നാ തോന്നണേ, അന്ന് അയാൾ പറഞ്ഞിരുന്നു. സുശീലയോട് ക്ഷണത്തിൽ പ്രാതൽ ശരിയാക്കാൻ പറഞ്ഞ ദിവസമായിരുന്നു അത്. തനിക്കന്ന് പരശുറാമിന് തിരുവനന്തപുരത്ത് പോകണം. വേഗം ശരിയാക്കാമെന്ന് പറഞ്ഞു പോയ സുശീലയുടെ ഒരു വിവരവുമില്ല ഏറെ കഴിഞ്ഞിട്ടും. ചില നേരങ്ങളിലെ സ്റ്റൈലിൽ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം മൂടി വെച്ചിട്ടുമില്ല. അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ രമ്യ ചമ്മന്തിക്ക് തേങ്ങ അരയ്ക്കുകയാണ്. അവൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിനുള്ളത് അവൾ തന്നെ ഉണ്ടാക്കണം. സുശീല അടുക്കള പണികളൊക്കെ അവളെ പഠിപ്പിച്ചിരിക്കുന്നു. അതേതായാലും നന്നായി. അമ്മ എവിടെ? പുല്ലൂട്ടിന്ന് തൊട്ടി ഒച്ചപ്പെടുന്നത് കേട്ട് അങ്ങോട്ട് പോയിരിക്കുക. ആലയിൽ നിന്ന് തൊട്ടി ശബ്ദിച്ചാൽ പയ്യന് എന്തോ ആവശ്യമുണ്ട് എന്നാണ് അവളുടെ സങ്കല്പം. അപ്പോൾ താൻ വിളിച്ചാലും ശബ്ദം വെച്ചാലും പുല്ലുമില്ല. അന്ന് പോകാൻ സമയമായിട്ടും ഒരനക്കവുമില്ല. സുശീല പയ്യന് തീറ്റിയൊരുക്കുകയാണ്. അവൾ തവിട് കാച്ചുന്നു. അതിൽ എള്ള്, കടല, തേങ്ങാ പിണ്ണാക്കുകളും കപ്പയുമെല്ലാം രസതന്ത്ര വൈദഗ്ധ്യത്തോടെ ചേർത്ത് കാച്ചി കുഴമ്പ് പ്രായത്തിലാക്കുന്നു. പിന്നെ പശുത്തൊട്ടിയിൽ അതൊഴിച്ച് തണുപ്പിക്കുന്നു. എന്നെ ഒരു പശുവായിട്ടെങ്കിലും കണ്ടുകൂടെ നിനക്ക്? അയാൾ ചോദിച്ചു. കളിയാക്കണ്ട, സുശീല പറഞ്ഞു. മിണ്ട പ്രാണിക്ക് ഭക്ഷണം കൊടുത്തേ നമ്മൾ വല്ലതും കഴിക്കാവൂ എന്നാണ് പ്രമാണം. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അക്കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അതുപക്ഷേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന വിധത്തിലാവണം എന്നുകൂടി അമ്മ പഠിപ്പിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടല്ല ഈ വീട്ടിൽ പയ്യനെ പോറ്റുന്നത്. അയാൾ ചൂടായി. അവളും വിട്ടില്ല. അക്കാര്യം ഒന്നും പറയാതിരിക്കുകയാ നല്ലത്. മര്യാദയ്ക്ക് ഒരു വെള്ളമോ തീറ്റയോ കൊടുത്തിട്ടാണോ നിങ്ങളിവിടെ മുമ്പ് പൈക്കളെ പോറ്റിയത്? ഞാൻ ഇവിടെ വരുന്ന കാലത്ത് ഇവിടത്തെ പയ്യും കന്നൂട്ടിയും എല്ലും തോലുമായിരുന്നു. ഇപ്പോൾ നോക്ക്, ആരും കൊതിച്ചു നിന്നു പോവില്ലേ? നീ ഇപ്പോൾ അങ്ങനെ കൊതിപ്പിക്കണ്ട, അയാൾ പൊട്ടിത്തെറിച്ചു. അല്ല, കൊതിപ്പിച്ചിട്ടും വലിയ പ്രയോജനമൊന്നുമില്ലെന്ന് എനിക്ക് പണ്ടേ ബോധ്യപ്പെട്ടിട്ടുണ്ട്. മറുപടിയൊന്നും പറയാതെ ദേഷ്യത്തോടെ അയാൾ അകത്തേക്ക് പോവുകയായിരുന്നു. അച്ഛനെന്താ സ്വപ്നം കാണുക? ചോദ്യം കേട്ട് നോക്കിയപ്പോൾ രമ്യ മുമ്പിൽ നിന്ന് ചിരിക്കുന്നു. പെട്ടെന്നാണ് അയാൾക്ക് ഓർമ്മ വന്നത്. മകളെ പഠിക്കുന്നിടത്ത് നിന്ന് വിളിച്ചുകൊണ്ട് വന്നതാണ്. കാപ്പി കിട്ടി, കുടിച്ചും കഴിഞ്ഞു. മോള് പോയി പഠിക്ക്, അയാൾ പറഞ്ഞു. ഈ ഒരച്ഛൻ എന്ന് പറഞ്ഞ് അവൾ മുകളിലേക്ക് പോയി. കോണി കയറുന്നതിനിടയിൽ താഴേക്ക് നോക്കി ഒരു ഡയലോഗും പൂശി. ഞാൻ പോയി പഠിക്കട്ടെ വിസിറ്റിംഗ് പ്രൊഫസറെ. വിസിറ്റിംഗ് പ്രൊഫസർ എന്ന് സുശീല തന്നെ സ്വകാര്യമായി വിളിക്കുന്ന പേരാണെന്ന് രമ്യ തന്നെ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. സുശീലയുടെ പൈക്കമ്പം എവിടെ ചെന്ന് അവസാനിക്കും? ഏറ്റവും ഒടുവിലത്തെ ആ സംഭവം അയാളെ വല്ലാതെ അലട്ടുന്നുണ്ട്. പ്രമോഷൻ കിട്ടിയ ആഹ്ലാദവുമായി വീട്ടിലേക്ക് ഓടി വന്നതായിരുന്നു താൻ. സുശീല നരിക്ക് മുറിഞ്ഞതുപോലെ ഓടുന്നു. ഒന്നും മനസ്സിലായില്ല. പയ്യൻ്റെ വയറ് വീർത്തിരിക്കുന്നു. മരക്കിഴങ്ങിൻ്റെ ചപ്പ് തിന്നിട്ടാന്നാ തോന്നണേ. കുറച്ച് പച്ചെണ്ണ കൊടുക്കണം. വന്ന് മൂക്ക് പിടിച്ച് തരീൻ. സുശീല ഓടക്കുറ്റിയിൽ എണ്ണയുമായി വന്നു. പയ്യനെ ആലയിൽ കുറുക്കി കെട്ടിയിട്ടുണ്ട്. അവൾ അയാളെ കൊണ്ട് പയ്യൻ്റെ മൂക്ക് മേലോട്ടും കീഴ്ത്താടിയും നാക്കും കൂട്ടി കീഴോട്ടുമാക്കി വായ വിടർത്തി പിടിപ്പിച്ചു. നിങ്ങളുടെ കാല് ഉറപ്പിച്ച് നിൽക്കണേ, അല്ലെങ്കിൽ പയ്യന് തരി കെട്ടും. അവളുടെ പ്രശ്നം അയാൾ വീഴുന്നതല്ല, തരി പയ്യൻ്റെ നെറുകയിൽ കയറുന്നതാണ്. അയാളുടെ മേലാകെ ചാണകവും മൂത്രവുമാണ്. അത് കുളിച്ചാൽ ശരിയാകുമെന്ന് വയ്ക്കാം. പയ്യെ കുളമ്പുകൊണ്ട് ചവിട്ടിയതിനാൽ ഒരു കാൽനഖം എടുത്തുപോയിട്ടുണ്ട്. ആകെ പുകച്ചിലും വേദനയുമാണ്. അപ്പോഴാണ് അവൾ പറയുന്നത്, നമ്മളിപ്പോൾ പയ്യന് കൊടുത്തത് ഫസ്റ്റ് എയ്ഡ് മാത്രമാണ്. ഇനി മൃഗഡോക്ടറുടെ അടുത്ത് പോകാതെ പറ്റില്ല. ഇപ്പോൾ സുശീല അടുത്തു വരുമ്പോൾ ഒരു പൈ ഗന്ധമാണ്. അയാൾക്കാദ്യമായി ഒരു ഓക്കാനം പോലെ. മുകളിൽ നിന്ന് മകൾ പഠിക്കുന്ന ശബ്ദം ഉയരുന്നു. പെട്ടെന്ന് അടുത്തെവിടെയോ നിന്ന് ഒരു പയ്യ് കരയും പോലെ അയാൾക്ക് തോന്നി. എവിടെ നിന്നാണത്? പയ്യ് വീണ്ടും കരയുന്നു. ശബ്ദം പിന്തുടർന്ന് അയാൾ എത്തിയത് സ്വന്തം കിടപ്പുമുറിയിൽ. ഇതോടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. നന്ദി, നമസ്കാരം.